5 യൂണിറ്റ് പഠിച്ചിട്ട് എങ്ങനെ 230 മാർക്കിന് മേലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് 5 യൂണിറ്റ്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കാം. സോ ഞാൻ 5 യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സോ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അഷ്യൂർ ചെയ്യുന്നത് 230+ മാർക്സ് ആണ്. ഞാൻ വിത്ത് എവിഡൻസ് ക്വസ്റ്റ്യൻസ് നമ്പർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. അതിനകത്ത് ആരൊക്കെയുണ്ട്? ലിവിങ് വേൾഡ് ഉണ്ട്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം. ഇതിൽ ഏതൊക്കെ സബ് ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു PDF തന്നെ തന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ യൂണിറ്റ്സുകൾ ഇതൊക്കെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മാർക്ക്, ഇപ്പം നിങ്ങൾ ക്വാളിഫയിങ് മാർക്കാണ് നോക്കുന്നവരെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യണമെന്ന് നോക്കണവരെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ചുമ്മാ എന്താ പറയുക, ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. ഇതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. സോ ലിവിങ് വേൾഡിൽ നമ്മൾ 7 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 7 അല്ല, അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് ചെറുതാക്കിയാണ് ഞാൻ 7 എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് ആ 7 ക്വസ്റ്റ്യൻ കറക്റ്റ്, നമുക്ക് മിനിമം 7 ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റായിട്ട് എന്തായിരുന്നാലും കിട്ടും. സോ അത് കറക്റ്റ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 28 മാർക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് നിങ്ങൾ പഠിച്ചു കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 28 മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ് എക്സ്ചേഞ്ച്, സർക്കുലേറ്ററി സിസ്റ്റം, ന്യൂറൽ കൺട്രോൾ, കെമിക്കൽ കോർഡിനേഷൻ. സോ ഈ ചാപ്റ്റേഴ്സിൻ്റെ എക്സ്ക്രീഷൻ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, പേജ് നോക്കിയാൽ ഒരു 2 പേജ് മാക്സിമം 3 പേജ് മാത്രമേ ഒരു ചാപ്റ്റർ ഉള്ളത് തന്നെ. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതേ നിങ്ങൾക്ക് 60 മാർക്കാണ് കിട്ടുന്നത്. 60 മാർക്ക് ഗൈസ്, എത്ര കൂടുതലാണ്. നിങ്ങളുടെ ബാക്കിൽ ഒരു മാർക്ക് കൂടുമ്പോൾ തന്നെ നിങ്ങൾ എത്ര റാങ്ക് മുമ്പിലോട്ടാണ് വരുന്നത്. 22 ലക്ഷം കുട്ടികളാണ് ഇത്തവണത്തെ എക്സാം എഴുതാൻ പോകുന്നത്. സോറി 21, റൗണ്ട് ചെയ്ത് 22 എന്ന് പറഞ്ഞാണ്. 21 ലക്ഷം കുട്ടികളാണ് ഇത്തവണത്തെ എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് 1 മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് റാങ്ക് മുമ്പിലോട്ടാണ് വരുന്നത്. സോ അത് നിങ്ങൾ മറക്കരുത്. 1 മാർക്ക് പോലും നിങ്ങൾ ഇതിൽ വില കുറച്ച് കാണരുത്. അയ്യോ എത്ര കിട്ടുകയുള്ളൂ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ 1 മാർക്കിന് പോലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ലൈഫ് തന്നെ ചിലപ്പം എന്താ പറയുക മാറ്റിമറിക്കാൻ തന്നെ പറ്റും. അപ്പോൾ ഈ ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ മിനിമം നമ്പറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 60 മാർക്കാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ ചാൻസ് ഉള്ളത്. അതേപോലെ തന്നെ റീപ്രൊഡക്ഷനകത്ത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇതിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചെറിയ ചാപ്റ്റേഴ്സാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കാണാൻ വലിയ ചാപ്റ്ററും നമുക്ക് ഒന്ന് പഠിച്ച് ഒരു തവണയെങ്കിലും ഒന്ന് പഠിക്കാൻ കഴിയുവാണെങ്കിൽ ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്ക് അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ മാർക്ക് നിങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതിൽ ഈ ബയോളജി പഠിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്നാണ് പേര്. സോ നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എൻ്റെ ക്രാഷ് കോഴ്സ് കാണാൻ പറ്റും. നീറ്റ് ക്രാഷ് കോഴ്സ് 2023 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ എൻറോൾ ചെയ്യാം. നമ്മളതിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാം. റിവിഷനാണ് അത്. ഫുൾ 24 അവേഴ്സിലാണ് നമ്മുടെ ബയോളജി ക്ലാസ് തീരുന്നത്. അതിന് ഞാൻ ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ടൊരു വിശദമായിട്ടൊരു വീഡിയോ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എൻറോൾ ചെയ്യേണ്ടതും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നും. സോ അത് നിങ്ങൾ നോക്കുക. ബയോളജി പഠിക്കാൻ ഇനി ആരും ബുദ്ധിമുട്ടരുത്. അത്രയേ ഉള്ളൂ എൻ്റെ ആവശ്യം. ഈ ബയോളജി നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നവരൊക്കെ 320+ സ്കോർ ചെയ്യണം. അത്രയേ ഉള്ളൂ എൻ്റെ ആവശ്യം. സോ അത് തന്നെയാണ് ഞാൻ അഷ്യൂർ ചെയ്യുന്നത്. നമുക്ക് റിവിഷൻ മാക്സിമം ചെയ്യുക, എന്നാൽ മാത്രമേ ബയോളജി സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഈ പറയുന്ന യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ടക്ക എന്ന് പറഞ്ഞിട്ട് ക്രാഷ് കോഴ്സിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മാക്സിമം റിവൈസും ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഇല്ല നിങ്ങൾക്ക് 320+ വേണം, നിങ്ങൾക്ക് ഇത്രയും മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ബയോളജി 320+ വേണമെന്നുള്ളവർ ഒന്നും ചിന്തിക്കേണ്ട, ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മുടെ MCQs ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങൾക്ക് കൂടുതൽ ഇനി അതിൽ കൂടുതൽ പോകേണ്ട ആവശ്യം വരത്തില്ല. ഒരുപാട് ക്രാഷ് കോഴ്സിൽ പോയിട്ടൊന്ന് ജോയിൻ ചെയ്യുന്നതിനേക്കാളും വളരെ സെലക്റ്റീവായിട്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് പറ്റുന്നത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണുക. അതാണ് കാര്യം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ക്രാഷ് കോഴ്സിനെ പറ്റിയിട്ട് ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മുടെ ടീമുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. ആരെ വേണം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കറൻ്റ്ലി ഞാൻ ക്രാഷ് കോഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. വേറെ ഒരു പേഴ്സണൽ ട്യൂഷനായിട്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല. അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ എടുക്കുന്നില്ല, ബിക്കോസ് ഞാനും കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ ഏറ്റ് കഴിഞ്ഞിട്ട് അവസാനം പിന്മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ കേൾക്കാതെ ഇരിക്കുന്നത്. സോ അതൊരു കാര്യം. പിന്നെ നിങ്ങൾക്കത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ തന്നെ
നമ്മുടെ ക്രാഷ് കോഴ്സിനകത്ത് പ്രിവ്യൂ സെക്ഷനകത്ത് നിങ്ങൾക്ക് നമ്മുടെ +1 +2 വീഡിയോസ് അവൈലബിൾ ആക്കി കാണാൻ പറ്റും, ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. സോ അത് നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ലാസ്റ്റ് ടൈം ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്സുകൾ പഠിപ്പിക്കുമ്പോൾ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ സബ് ടോപ്പിക്സുകളാണ് മസ്റ്റായിട്ട് പഠിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ ഇതാണ്, ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേനും ഓടിപ്പിടിച്ച് എല്ലാ സെൻറ്റൻസും പഠിച്ചിട്ട് കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാറ്റഗറീസ് ഉണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ പിന്നെയും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 320+ സ്കോർ ചെയ്യാൻ പറ്റും. സോ അതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ കൊണ്ട് നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ ചെയ്യിപ്പിക്കുക, നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ ഇങ്ങനെ കൂടിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. കാരണം ഒരു തവണ ഇപ്പോൾ ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തു, ഒരു തവണ ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിപ്പിക്കുന്നു, അപ്പോൾ നമ്മുടെ എക്സാം അടുത്തെത്തി, അപ്പോഴത്തേനും ക്രാഷ് കോഴ്സ് അപ്പോഴാണ് തീരുന്നത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് റിവൈസ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഇല്ലല്ലോ, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നത്. ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ +1 +2 പഠിക്കുകയാണെങ്കിൽ 24 അവേഴ്സിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 24 അവേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ഇതേ വീഡിയോസ് കണ്ട് റിവൈസ് ചെയ്യാൻ പറ്റും, എത്ര തവണ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന ക്രാഷ് കോഴ്സിൻ്റെ ബാക്കിൽ വേറെ കൂടുതൽ സമയമെടുത്ത് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് കൺസെപ്റ്റ് പഠിപ്പിച്ച് അതിനുള്ള സമയം നമുക്ക് അവസാനത്തെ ഒരു ടൈമിൽ നമ്മൾ എടുക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമല്ല, നിങ്ങൾക്കും എനിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ബയോളജിക്ക് കുറച്ച് ഈസി ആയിട്ട് മുന്നിലോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ. ഇനി ജനറ്റിക്സ് ആൻഡ് എവല്യൂഷനാണ് പലർക്കും വളരെ പാടായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ എവല്യൂഷൻ. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തള്ളിക്കളയരുത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം ഒരു 13 ചോദ്യത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 13 ചോദ്യം എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം 52 മാർക്കുകളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ളത്. സോ അത് നിങ്ങൾ വെറുതെ കളഞ്ഞു കുടിക്കരുത്. ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി എക്കോളജി നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, പിന്നെ എക്കോസിസ്റ്റം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഈ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ഈ ചാപ്റ്റേഴ്സ് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. NCERT എന്ന് പറഞ്ഞാൽ വളരെ വലിച്ചൊരു കടല് കണക്കിന് എഴുതിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം പഠിക്കേണ്ട കാര്യമല്ല. ഓക്കെ, സോ അതുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി നിങ്ങളത് പഠിക്കുക. ഓക്കെ, അതിൽ നിന്നാണെങ്കിൽ 12 ക്വസ്റ്റ്യനോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഏകദേശം 48 മാർക്ക്. സോ ഇത് ഇത്രയും നിങ്ങൾ ഈ ഒരു 5 യൂണിറ്റ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് 230 മാർക്ക് ഉറപ്പാണ്, ഷുവറാണ്. അതിൽ കൂടുതലൊന്നുമില്ല, നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടും. സോ അതിൽ കൂടുതൽ വേണമെന്നുള്ളവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ രീതിയിൽ നിങ്ങൾ പോകുന്നത് കാരണം നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇല്ല, ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് 5 യൂണിറ്റ്സ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക. അതിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് NCERT കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കവർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഏകദേശം കുറഞ്ഞത് 5 വർഷത്തെ ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യുക. ഡെയിലി MCQs ചെയ്യുക, പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഈ പഠിച്ച ചാപ്റ്റേഴ്സ് പിന്നെയും പഠിച്ചുകൊണ്ടേയിരിക്കുക, അതായത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ്, റിവിഷൻ കഴിഞ്ഞിട്ട് വേറെ എന്തും ഉള്ളൂ. സോ ഈ ഒരു കണ്ടന്റ് ഡു ഓർ ടൈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏകദേശം ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക, എന്താ പറയുക, അത്ര തന്നെ. താങ്ക് യു സോ മച്ച്.